വൈകുന്നേരത്തെ ചായക്ക് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഉള്ളിയും തക്കാളിയും ഇതൊന്നും വാട്ടോ പൊടിക്കോ ഒന്നും വേണ്ട, നമ്മൾ ആവിയിൽ വേവിച്ചിട്ട് ഉണ്ടാക്കുന്നത്. അതുപോലെ ഗോതമ്പ് പൊടി അരിപ്പൊടി ഒന്നും ചേർക്കാതെയാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ബൗളിലേക്ക് റവയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 കപ്പ് റവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. അപ്പോൾ ഒരുപാടങ്ങ് ഉപ്പ് കൂടി പോകണ്ട കേട്ടോ, ആവശ്യത്തിന് മാത്രം നോക്കിയിട്ടങ്ങ് ചേർത്ത് കൊടുത്താൽ മതി. കാരണം ഇതിൽ വേറെ നമ്മൾ അരിപ്പൊടിയോ ഗോതമ്പ് പൊടിയോ ഒന്നും ചേർക്കാത്തതുകൊണ്ട് തന്നെ ഈ ഒരു റവ മാത്രമേ നമ്മൾ ചേർക്കുന്നുള്ളൂ. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് അറിയാലോ റവ കുതിരാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള വെള്ളത്തിൻ്റെ അളവ്, അതിന് മാത്രം കണക്കായിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതിപ്പോൾ കുറച്ച് ലൂസായാലും കുഴപ്പമൊന്നുമില്ല. നമ്മളിത് ഏകദേശം ഒരു 10 മിനിറ്റോളം ഒന്ന് റവ കുതിരാൻ വേണ്ടി മാറ്റി വെക്കുന്നുണ്ട്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇനി നമുക്കിത് നോക്കാം. ഇനിയിപ്പോൾ ടൈം കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല. ഇതുപോലെ കുറച്ചൊന്ന് തിക്കായിട്ട് കിട്ടണം, അതായത് റവ നന്നായിട്ട് കുതിർന്ന് കിട്ടണം, അത്ര മാത്രമേ നമ്മൾ നോക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഞാനിതൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കിയിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് സൈഡിലേക്കൊന്ന് മാറ്റാം. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ എന്താണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം ഞാൻ ഒരു 2 അച്ച് ശർക്കര ഒന്ന് ഉരുക്കിയിട്ട് പാനിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ശർക്കര ഉരുക്കിയിട്ട് മാത്രം ചേർക്കുക കേട്ടോ, കല്ല് മണ്ണൊന്നും കടിക്കാണ്ട് ഒഴിവാക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് അരിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇതിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങേൻ്റെ അളവൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം, പിന്നെ എത്ര ക്വാണ്ടിറ്റി നിങ്ങൾക്ക് ഉണ്ടാക്കണം അതിനനുസരിച്ചിട്ട് എടുക്കാം. അപ്പോൾ തേങ്ങയും ചേർത്തിട്ട് നമ്മൾ സാധാരണ അടക്കൊക്കെ തയ്യാറാക്കുന്നത് പോലെ നല്ലപോലെ ഒന്ന് വളയിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ആ ഒരു തേങ്ങയിലേക്ക് ഒരു ഇത്തിരി ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഏലക്ക പൊടിച്ചതും ചേർക്കുന്നുണ്ട്. ഏലക്കാപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. പിന്നെ കുറച്ച് ചുക്ക് പൊടിയും ഞാൻ ചേർക്കുന്നുണ്ട്. ഇത് ഏകദേശം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് വെളിയിച്ചെടുക്കാം. തേങ്ങേൻ്റെ ആ ഒരു കളറൊക്കെ മാറി നമ്മൾ ആ ഒരു ശർക്കര പാനി ഇതിലേക്കൊന്ന് പിടിച്ചിട്ട് കുറച്ചൊന്ന് ടൈറ്റായിട്ട് വരും കേട്ടോ, അതുപോലെ വേണം നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ. പിന്നെ ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടും നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടും ഒരു 1/2 ടീസ്പൂൺ പശു നെയ്യ് ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ക്യാരറ്റാണ്. ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടാണ് ചേർക്കുന്നത്, കട്ട് ചെയ്തിട്ട് ചേർക്കണ്ട കേട്ടോ. അങ്ങനെ ആകുമ്പോൾ വലിയ പീസായിട്ട് അങ്ങനെ കിടക്കും. അപ്പോൾ ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ ചോപ്പർ ഉണ്ടെങ്കിൽ അങ്ങനെ ചോപ്പ് ചെയ്തിട്ട് ചേർക്കാം കേട്ടോ. അങ്ങനെ ആകുമ്പോൾ അധികം കട്ടി അറിയില്ല നമ്മൾ ക്യാരറ്റിൻ്റെ. അപ്പോൾ അത്യാവശ്യം വലിയൊരു സൈസിലുള്ള ക്യാരറ്റ് തന്നെ ഗ്രേറ്റ് ചെയ്തിട്ട് ഞാൻ ചേർത്തിട്ടുണ്ട്. അതും കൂടിയും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വെളിയിച്ചെടുക്കുന്നുണ്ട്. അതുപോലെ ക്യാരറ്റും അത്യാവശ്യം മധുരമുള്ളതാണ്, അതുകൊണ്ട് ശർക്കര പാനി ചേർക്കുമ്പോൾ സൂക്ഷിച്ചിട്ട് ചേർക്കുക കേട്ടോ. പിന്നെ അത് നല്ലപോലെ ഒന്ന് വെളിയിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ഭാഗം ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്. ലാസ്റ്റ് നമുക്ക് കുറച്ച് പണിയുണ്ട്, അതുകൊണ്ട് കുറച്ച് ഭാഗം നമ്മൾ മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ള ഭാഗത്തിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച റവേൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഫ്ലെയിം നല്ലപോലെ ഒന്ന് കുറച്ച് വെക്കുക. എന്നിട്ടിത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ റവയും ഈ ഒരു മിക്സും കൂടി നല്ലപോലെ ഒന്ന് യോജിച്ച് കിട്ടും, അതുവരെ നമ്മൾ നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ. അപ്പോൾ നമ്മൾ ഇനി ഈ ഒരു സമയത്ത് ഫ്ലെയിം ഒന്ന് കുറച്ച് കൂട്ടി വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇനി നമ്മൾ ഇങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അലുവേൻ്റെ ഒക്കെ ഒരു പാകം ഉണ്ടാവുമല്ലോ, അതുപോലെ വേണം നമ്മൾ പിന്നെ ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് കുറച്ച് വാട്ടറി ആയിട്ട് തോന്നും, പക്ഷേങ്കിൽ കുറച്ച് സമയം കഴിയുമ്പോൾ നല്ലപോലെ സ്റ്റിക്കി ആയിട്ട് കിട്ടും. നമ്മൾ ശർക്കര പാനി ചേർത്തില്ല, അതുകൊണ്ട് തന്നെ നല്ലൊരു വെലിച്ചിലൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ കുറച്ച് സമയം എടുത്തിട്ട് ഇത് ചെയ്തെടുക്കണേ. ഇപ്പോൾ അടിയിൽ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല കട്ടിയായതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കുറച്ച് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കുന്നുണ്ട്. തണുത്ത് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ വീണ്ടും ഒന്നും കൂടിയും കട്ടിയാകും. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് കയ്യിലെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, കാരണം നല്ല ചൂടുണ്ട്. അപ്പോൾ ഒന്ന് ഇത്തിരി തണുത്തതിന് ശേഷം വേണം ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തെടുക്കാൻ. അപ്പോൾ ഈ ഒരു സമയത്ത് കയ്യിൽ അങ്ങനെ ഒട്ടിപ്പിടിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ കയ്യിൽ എണ്ണയോ അല്ലെങ്കിൽ നെയ്യോ നിങ്ങൾക്ക് തടി കൊടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് എണ്ണ ആക്കിയിട്ടുണ്ട്. എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്നെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ ഇത്. നമ്മൾ ക്യാരറ്റൊക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വീട്ടിലുള്ള ചേരുവകൾ മാത്രമേ നമുക്കിതിന് ആവശ്യമുള്ളൂ. അതൊന്ന് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ ഒരു ഡോ പോലെ ആക്കി വെച്ചതിന് ശേഷം നമ്മൾ അതിൽ നിന്ന് കുറച്ച് മാവ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ബോളുകളാക്കി ഒന്ന് വെക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഇല വാട്ടിയിൽ വെച്ചിട്ട് ഇതുപോലത്തെ ഷേപ്പ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് പരത്തണം എന്നുണ്ടെങ്കിൽ പരത്തിയെടുക്കാം, എന്താ പറയുക, അട ചെയ്യുന്ന പോലെ അങ്ങനെ ചെയ്യാം. പക്ഷേ ഞാനിത് കുറച്ച് നല്ല കട്ടിയായിട്ടാണ് ചെയ്തെടുക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോഴാണ് നല്ല ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നേരത്തെ ആ ഒരു മിക്സ് കുറച്ച് ബാക്കി വെച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഇതുപോലെ ചെയ്തതിന് ശേഷം ആ മിക്സ് കുറച്ച് ഇതിൻ്റെ മേലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു സൈഡിൽ നിന്ന് ഇല ഒന്ന് മടക്കിയിട്ട് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കുക. റോൾ ചെയ്തെടുത്തു കഴിഞ്ഞാൽ ആ ഇലേൻ്റെ 2 അറ്റവും ഉണ്ടല്ലോ, അതിങ്ങനെ ബാക്ക് ഭാഗത്തേക്ക് അങ്ങ് മടക്കിയാൽ മതിയേ. ഒന്നിക്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വാഴേൻ്റെ നാരുണ്ടല്ലോ, അതുണ്ടെങ്കിൽ നാര് വെച്ചിട്ട് അത് നിങ്ങൾക്കൊന്ന് കെട്ടിക്കൊടുക്കാം. അല്ലെങ്കിൽ സാധാരണ നൂലായാലും മതി, അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ടൈപ്പ് ഇങ്ങനെ കെട്ടിക്കൊടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം.
അല്ലെങ്കിൽ ഇതൊന്ന് കമിഴ്ത്തി വെച്ച് കൊടുത്താൽ മതി. നമ്മളിത് ആവിക്ക് വേവിച്ചെടുക്കുന്നതാണ്. ഇതുപോലെ ഒന്ന് കമിഴ്ത്തി വെച്ച് കൊടുത്താൽ മതി. ഇതിൽ നിന്ന് മാവ് അങ്ങനെ പുറത്തേക്ക് വരുമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ നല്ലപോലെ തന്നെ ഇത് ടൈറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ മാവും ഇതുപോലെ നമുക്കൊന്ന് ചെയ്തെടുക്കാം. വളരെ ഈസിയാണ് തയ്യാറാക്കാൻ. നമ്മൾ ഒരുപാട് അങ്ങനെ പരത്തവും പിടിക്കുകയും ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഇങ്ങനെ കട്ടിയിൽ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാം ഞാനിതുപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിച്ചിട്ട് ബാക്കി ഉണ്ടെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. അല്ലെങ്കിൽ ഇതുപോലെ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നിങ്ങൾക്ക് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തു വിടാം. രാവിലെ ആവി കയറ്റി എടുത്താൽ മതി. തലേന്ന് തയ്യാറാക്കുന്നതിനേക്കാളും നല്ലത് ഇതുപോലെ മാവ് ചെയ്ത് വെച്ചിട്ട് രാവിലെ ആവി കയറ്റി കൊടുക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ട് തോന്നുകയും ചെയ്യും. അപ്പോൾ നമുക്കിനി ഇത് ആവിക്ക് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ 20 മിനിറ്റാണ് ഞാൻ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ 20 മിനിറ്റിന് ശേഷം നമ്മളിത് നല്ലപോലെ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കിയിട്ട് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. ഇത് തണുത്തതിന് ശേഷം കട്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ തന്നെയോ കഴിക്കാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഉണ്ടാക്കി കൊടുക്കണം. ഇതുവരെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാത്ത ഒരു റെസിപ്പി ആയിരിക്കും. ഇപ്പോൾ റവയും അതുപോലെ തന്നെ ക്യാരറ്റും ഒക്കെ ചേരുന്നതുകൊണ്ട് തന്നെ നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ ഇതിന്. അതുപോലെ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ ലാസ്റ്റ് ഇല മടക്കുന്നതിന് മുന്നേ അതിൻ്റെ മേലെ ആ ഒരു മിക്സ് വെച്ചില്ലേ, അതാണ് ഒരു പ്രത്യേക ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടും ഇലയിൽ വെച്ചിട്ട് നിങ്ങൾക്ക് അങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിത് അരിപ്പൊടി വെച്ചിട്ടോ ഗോതമ്പ് പൊടി വെച്ചിട്ടോ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ടേസ്റ്റ് തോന്നിയത് റവ വെച്ചിട്ട് ചെയ്യുമ്പോഴാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് വരാൻ മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ വീണ്ടും നമുക്ക് നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്